മാന്യസദസ്സിന് നമസ്കാരം. കൂട്ടുകാരെ, ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ച കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ ഇതാ കേട്ടോളൂ. ഒരിക്കൽ ദൈവം അബ്രാഹത്തെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ദൈവം അബ്രാഹത്തോട് പറഞ്ഞെന്താണെന്നറിയാവോ? അബ്രാഹത്തിന്റെ ഏക മകനില്ലേ ഇസ്ഹാക്ക്, ആ ഇസ്ഹാക്കിനെ ദൈവത്തിന് ബലി കഴിക്കണമെന്ന്, അതും ദഹന ബലി കഴിക്കണമെന്ന്. ദഹന ബലി എന്താണെന്ന് വെച്ചെന്ന് കൂട്ടുകാർക്ക് അറിയാവോ? കല്ലൊക്കെ കൂട്ടി വെച്ച് തറയുണ്ടാക്കി അതിന്റെ മേൽ വിറക് വെച്ച് അതിന്റെ മേൽ ആടിനെ കിടത്തി തീ കൊളുത്തിയാണ് ദൈവം ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് ആൾക്കാർ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇതിനാണ് ദഹനബലി എന്ന് പറയുന്നത്. എന്ത് കഷ്ടമല്ലേ ദൈവത്തിന്റെ പരീക്ഷണം. എന്നാലും അബ്രഹാം ദൈവം പറഞ്ഞ പോലെ തന്നെ ചെയ്യാൻ തീരുമാനിച്ചു. അബ്രഹാം അതിരാവിലെ എണീറ്റ് 2 കഴുതയും 2 വേലക്കാരെയും തന്റെ മകൻ ഇസാക്കിനെയും കൂട്ടി വിറകുകൾ ശേഖരിച്ച് മോറിയ ദേശത്തേക്ക് പോയി. പോകും വഴി ഇസാക്ക് അബ്രാഹത്തോട് ചോദിച്ചു, അപ്പാ അപ്പാ. അബ്രാഹാം വിളി കേട്ടു. എന്താ മകനെ? ദഹനബലിക്കുള്ള കല്ലും വിറകും ഒക്കെ ഉണ്ടല്ലോ, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാട് എവിടെ? അബ്രാഹാം പറഞ്ഞു, ദഹനബലിക്കുള്ള കുഞ്ഞാട് ദൈവം തന്നെ തരും. ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രാഹാം കല്ലൊക്കെ കൂട്ടിവെച്ച് തറയുണ്ടാക്കി അതിന്റെ മേൽ വിറക് വെച്ച് അതിന്റെ മേൽ ഇസാക്കിനെ ബന്ധിച്ച് കിടത്തി. പാവം ഇസാക്ക്, തനിക്ക് മനസ്സിലായി തന്നെയാണ് ബലി കഴിക്കാൻ പോകുന്നതെന്ന്. അബ്രാഹാം കത്തിയെടുത്തു. പെട്ടെന്ന് ദൈവത്തിന്റെ ദൂതൻ അബ്രാഹത്തെ വിളിച്ചു പറഞ്ഞു, അബ്രാഹാം അബ്രാഹാം, നീ നിന്റെ കുഞ്ഞിന്റെ മേൽ കൈവെക്കരുത്, നീ ഇസാക്കിനെ തൊടരുത്. നീ നിന്റെ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. അബ്രാഹാം ഇസാക്കിന്റെ കെട്ടഴിച്ച് അവനെ കെട്ടിപ്പിടിച്ചു. പെട്ടെന്ന് അബ്രാഹാം എവിടുന്ന് ഒരു ആടുകുഞ്ഞിന്റെ ശബ്ദം കേട്ടു. മുൾച്ചെടിയുടെ ഇടയ്ക്ക് കമ്പൊടുക്കി കിടക്കുന്ന ഒരു കുഞ്ഞാട്ടിനെ അവൻ കണ്ടു. പിന്നെ ഇസാക്കിന് പകരമായിട്ട് ആ കുഞ്ഞാടിനെ ദൈവത്തിന് ബലി കഴിച്ചു. വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടാവാം. അപ്പോഴെല്ലാം വിശ്വാസത്തിന്റെ പിതാവായ അബ്രാഹത്തെ പോലെ വിശ്വസിച്ചും ദൈവഭയം പൂർത്തിവെച്ച് ആ പരീക്ഷണങ്ങളൊക്കെ നമുക്ക് വിജയിക്കാം. ഇത്രയും നേരം എന്നെ ശ്രമിച്ച നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.